السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അപായപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ സഹോദരങ്ങൾ നടത്തിയ ഗൂഢാലോചനയും അവസാനം അവർ എത്തിയ തീരുമാനവുമാണ് കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. അങ്ങനെ 2 കാര്യങ്ങളിലൊന്ന്, ഒന്നുകിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ കിണറിൽ തള്ളി വിടുക. ഈ 2-ലേതെങ്കിലും ഒന്ന്. അപ്പോൾ തീരുമാനമായിട്ടില്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. പിന്നീടാണ് ആ വിഷയത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. 2ആണെങ്കിലും ശരി, 2-ലൊന്ന് തീരുമാനിച്ച് അവർ തങ്ങളുടെ ഉദ്ദേശം നടപ്പിൽ വരുത്താൻ വേണ്ടി അവർ തീരുമാനിക്കുകയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ അവർ വന്ന് വിവരം പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ് ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا
فنادى وهم لا يشعرون وجاءوا أباهم عشاء يبكون قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون ഖാലു അവർ പറഞ്ഞു, അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാലക്, താങ്കൾക്ക് എന്തു പറ്റി, എന്താണ് കാരണം, ലാ തഅ്മന്ന അലാ യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്താണ്? ഇവിടെ തഅ്മന്ന എന്ന് പറഞ്ഞാൽ തഅ്മനൂന, അതാണ് ശരിക്കുള്ള വേർഡ്, അതാണ് തഅ്മനൂന. പക്ഷേ സ്വഹാബികളിൽ നിന്നും മറ്റും അത് പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ലാ തഅ്മന്ന, യഥാർത്ഥത്തിൽ അമിന യഅ്മനു അംനൻ, അമിന യഅ്മനു അംനൻ, നിർഭയത്വം തോന്നുക, വിശ്വസിക്കുക, ഒരാളെ വിശ്വസിക്കുക, ആ കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒരാളിൽ നിർഭയത്വം തോന്നുക, അതിനാണ് അമിന എന്ന് പറയുന്നത്. അമിന യഅ്മനു അംനൻ. ലാ തഅ്മനൂന, താങ്കൾ ഞങ്ങളെ വിശ്വസിക്കാത്തതെന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിർഭയത്വം തോന്നാത്തതെന്താണ്? അതാണ് മാലക ലാ തഅ്മന്ന അലാ യൂസുഫ, യൂസുഫിൻ്റെ കാര്യത്തിൽ. വ ഇന്ന, ഞങ്ങളാകട്ടെ ലഹു, അവനോട് ലനാസിഹൂൻ, ഗുണകാംക്ഷയുള്ളവരാണ്, നസീഹത്തുള്ളവരാണ്. നസഹ യൻസഹു നുസ്ഹൻ വനസ്ഹൻ, ഗുണകാംക്ഷ കാണിക്കുക. നാസിഹ് എന്ന് പറഞ്ഞാൽ ഗുണം കാംക്ഷിക്കുന്ന ആൾ. വ ഇന്ന ലഹു ലനാസിഹൂൻ, ഞങ്ങൾ യൂസുഫിനോട് ഏറെ സ്നേഹമുള്ളവരാണ്, ഗുണകാംക്ഷയുള്ളവരാണ്, എന്നിട്ടും നിങ്ങളെന്താണ് ഞങ്ങളെ വിശ്വസിക്കാത്തത്? അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പൊതുവെ ആടിനെ മേയ്ക്കാനും മറ്റു മക്കളെ പറഞ്ഞയക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവരുടെ കൂടെ വിടാറുണ്ടായിരുന്നില്ല. ഒന്ന്, ചെറുപ്പമാണ്. രണ്ടാമത്തത്, എന്തെങ്കിലും അപകടമുണ്ടാകുമോ. അതേപോലെ തന്നെ സഹോദരങ്ങൾക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള നിലപാടുകളെക്കുറിച്ചും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടം അവർ പറ്റിക്കുമെന്ന ഒരു ധാരണ, ഒരു ചിന്ത യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കൂടെ അയക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാലക ലാ തഅ്മന്ന അലാ യൂസുഫ്, എന്താണ് യൂസുഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്ന് അവർ ചോദിച്ചു. വ ഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങളാകട്ടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഞങ്ങൾ ഗുണകാംക്ഷയുള്ളവരാണ് എന്നവർ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് കളവായിരുന്നു. അവർക്ക് നസീഹത്തല്ല ഉള്ളത്, മറിച്ച് അപകടപ്പെടുത്താനാണ് അവർ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പിതാവിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി
അവർ ആദ്യം പറഞ്ഞതൊന്ന് യാ അബാന, ഞങ്ങളുടെ പൊന്നു പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരു ചലനമുണ്ടാക്കി. പിന്നെ ചോദിക്കുന്നത് മാലക ലാ തഅ്മന്ന അലാ യൂസുഫ്, എന്താണ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാത്തത്? വളരെ നല്ല ഒരു നസീഹത്തിൻ്റെ, ഒരു മയത്തിൻ്റെ സംസാരം. മൂന്നാമത്തത് വ ഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ അവനോട് ഗുണകാംക്ഷയുള്ളവരാണ്, അവനും ഒന്ന് ഉഷാറാവട്ടെ, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങട്ടെ, ഒന്ന് പുറത്ത് കാറ്റൊക്കെ കൊള്ളട്ടെ എന്നുള്ള നിലക്ക് വ ഇന്നാ ലഹു ലനാസിഹൂൻ. അങ്ങനെ അവർക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റുന്ന വാക്കുകളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അർസിൽഹു മഅനാ, അർസല യുർസിലു ഇർസാലൻ, അയക്കുക. അർസിൽഹു മഅനാ, ഞങ്ങളുടെ കൂടെ അവനെ നിങ്ങൾ അയക്കുക. ഗദൻ, നാളെ. അപ്പോൾ തലേ ദിവസമാണ് അവർ സംസാരിക്കുന്നത്, തലേന്ന് വൈകുന്നേരമാണ് സംസാരിക്കുന്നത്. അർസിൽഹു മഅനാ ഗദൻ, നാളെ ഞങ്ങളുടെ കൂടെ അയക്കണം. യർതഅ വയൽഅബ്, റതഅ എന്ന് പറഞ്ഞാൽ റതഅ യർതഉ റതഅൻ വറുതുഅ. റതഅ എന്ന് പറഞ്ഞാൽ യൻഅം വയൽഹു, ആഹ്ലാദിക്കട്ടെ, സന്തോഷിക്കട്ടെ, സുഖമെടുക്കട്ടെ, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. റതഅ യർതഉ റതഅൻ വറുതുഅൻ വരിതാഅൻ, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. അപ്പോൾ യർതഅ, അവൻ ആഹ്ലാദിക്കട്ടെ. വയൽഅബ്, അവൻ കളിക്കുകയും ചെയ്യട്ടെ. ലഇബ യൽഅബു ലഇബൻ, കളിക്കുക. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, ഞങ്ങളുടെ കൂടെ മരുഭൂമിയിലും താഴ്വാരങ്ങളിലുമൊക്കെ വരട്ടെ, ആ താഴ്വാരങ്ങളിലൂടെ ഒന്ന് ഓടിക്കളിക്കട്ടെ, ഒന്ന് സന്തോഷമാകട്ടെ, ഓടിച്ചാടി നടക്കട്ടെ. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും ഞങ്ങൾ അവനെ ലഹാഫിളൂൻ, ഞങ്ങൾ സംരക്ഷിച്ചോളാം. ഹഫിള യഹ്ഫളു ഹിഫ്ളൻ, സംരക്ഷിക്കുക. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ഇവിടെയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയത്തെ ഈ വിഷയത്തിലേക്ക് സമ്മതിപ്പിച്ച് കിട്ടാൻ വേണ്ടി അവർ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് പുറമെ പിന്നെ പറയുന്നത് അവൻ കളിക്കട്ടെ, ആർത്ത് ഉല്ലസിക്കട്ടെ. അതാണ് യർതഅ വയൽഅബ്, രണ്ടും കൂടി വന്നാൽ കളിച്ച് ചിരിച്ച് ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. യർതഅ വയൽഅബ്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആദ്യം പറഞ്ഞു വ ഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ അവനോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ പറഞ്ഞു വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങളുടെ സഹോദരനല്ലേ, ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഹൃദയത്തിലുള്ള ഉത്കണ്ഠ, തൻ്റെ ആശങ്ക അവരുമായി പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു ഖാല ഇന്നീ ലയഹ്സുനുനി, എന്നെ സങ്കടപ്പെടുത്തുന്നു, എന്നെ ബേജാറാക്കുന്നുണ്ട്. ഹസന യഹ്സുനു ഹുസ്നൻ, ഹസന യഹ്സുനു ഹുസ്നൻ. ഹസന എന്ന് പറഞ്ഞാൽ ബേജാറാക്കുക, സങ്കടപ്പെടുത്തുക. ഇവിടെ സാധാരണ ഹുസ്ന് എന്നത് കഴിഞ്ഞുപോയ വിഷമങ്ങളെക്കുറിച്ചുണ്ടാകുന്നതിനാണ് സാധാരണ ഹുസ്ന് എന്ന് പറയുക. ഭാവിയിലുണ്ടാകുന്നതിന് ഹമ്മ്, അല്ലെങ്കിൽ പ്രസൻറ്റിലുണ്ടാകുന്നതിന് ഗം എന്നൊക്കെയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. സാധാരണ കഴിഞ്ഞുപോയൊരു വിഷയത്തെക്കുറിച്ചുള്ള സങ്കടമാണ് ഹുസ്ന്, എന്നാൽ ഭാവിയിലുണ്ടാകുന്ന ബേജാറിനും ആ വേർഡ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഈ വേർഡ് ഉപയോഗിച്ചത്. ഇന്നി, നിശ്ചയമായും എൻ്റെ കാര്യം, തീർച്ചയായും, ലയഹ്സുനുനി, ഹസന യഹ്സുനു ഹുസ്നൻ, എന്നെ ഉത്കണ്ഠയിലാക്കുന്നു, എന്നെ ബേജാറിലാക്കുന്നുണ്ട്. എന്ത്? ആ തദ്ഹബു ബിഹി, ദഹബ യദ്ഹബു ദഹാബൻ, പോവുക. ദഹബ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. ദഹബ ബി, കൊണ്ടുപോവുക. അൻ തദ്ഹബു ബിഹി, നിങ്ങൾ അവനെയും കൊണ്ടുപോകുന്നത് തന്നെ എനിക്ക് ബേജാറാണ്, എനിക്ക് സങ്കടമാണ്. വ അഖാഫു, മാത്രമല്ല ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഖാഫ യഖാഫു ഖൗഫൻ. വ അഖാഫു, ഞാൻ ഭയപ്പെടുന്നുണ്ട്. അൻ യഅകുലഹു ദിഅ്ബു, അവനെ വല്ല ചെന്നായയും പിടിച്ചു തിന്നുമെന്ന്. ചെറിയ കുട്ടിയാണ്, സ്പീഡിൽ ഓടാൻ കഴിയില്ല, ചെന്നായെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അകല യഅകുലു അക്ലൻ അൻ യഅകുലഹു ദിഅ്ബു, ചെന്നായ അവനെ തിന്നുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വ അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ ചിലപ്പോൾ അവനെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കും, ഗഫലത്തിലായിരിക്കും.
അപ്പോൾ നിങ്ങൾ ഗാഫിലീങ്ങളായിരിക്കെ, അശ്രദ്ധയിലായിരിക്കെ, കാരണം നിങ്ങൾ പോകുന്നത് ആടിനെ മേയ്ക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആടിൻ്റെ കാര്യത്തിലും മറ്റുമാകുമ്പോൾ ചിലപ്പോൾ അവനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാം. ആ നിങ്ങളുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് ചെന്നായ പിടിക്കും. ചെന്നായയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇടയൻ്റെ ശ്രദ്ധ തെറ്റുന്നത് കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജീവിയാണ് ചെന്നായ. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ചെന്നായ താൻ ഉദ്ദേശിച്ചതിനെ പിടിച്ചേ പോവുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം ചെന്നായക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയിലായിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം ചെന്നായയുടെ കാര്യത്തിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ചെന്നായ പിടിക്കും. അതാണ് ഞാൻ ഭയപ്പെടുന്നു അൻ യഅ്കുലഹു ദിഅ്ബു, ചെന്നായ അവനെ പിടിക്കുമെന്ന്. വ അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ഒരു സന്ദർഭത്തിൽ. അപ്പോൾ ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ആണയിട്ട് പറയുന്നൊരു കാര്യം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി, അത് തീർച്ചയായും എന്ന അർത്ഥം ലഭിക്കുന്ന വേർഡാണ്. ഇന്നി ല, പിന്നീട് ഫിഅലിൻ്റെ കൂടെ ലാമു തഅ്കീദ് ചേർത്ത് പറഞ്ഞു, ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് ഇവിടെ ലാമു തഅ്കീദ്. ലയഹ്സുനുനി, എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്, എന്നെ ബേജാറിലാക്കുന്നുണ്ട്. ആ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെയും കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തിറങ്ങുന്നത് തന്നെ ഉപ്പാക്ക് വലിയ ബേജാറാണ്. അല്ലെങ്കിൽ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ പൊതുവെ അങ്ങനെ പുറത്തേക്ക് എന്തായാലും ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങി കളിക്കുമല്ലോ, അപ്പോഴേക്ക് അദ്ദേഹത്തിന് ബേജാറുണ്ടാവാറുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുപോകരുത്, പൊതുവേ എനിക്കത് ഇഷ്ടമില്ല, എനിക്ക് ബേജാറാണ്. അതിനു പുറമെ നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി ദൂരേക്കാണ്. അപ്പോൾ അടുത്ത ഡിസ്റ്റൻസിലേക്ക് വരെ കൊണ്ടുപോകുന്നത് എനിക്ക് ബേജാറുണ്ടാക്കുന്ന കാര്യമാണ്. എന്നിരിക്കെ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല നിങ്ങൾ ആടിനെ മേയ്ക്കാനാണ് പോകുന്നത്. ആട്ടിൻ പറ്റമുള്ളത് ചെന്നായ്ക്കൾ മണത്തറയും. മറ്റു യാത്ര പോലെയല്ല. ആട്ടിൻ കൂട്ടങ്ങളുണ്ടെങ്കിൽ അവയുടെ കരച്ചിൽ, അവയുടെ സ്മെല്ല്, ഇതൊക്കെ ചെന്നായ്ക്കൾ വേഗം പിടിച്ചെടുക്കും. അപ്പോൾ ചെന്നായ്ക്കൾ വേഗം വരും. അതുകൊണ്ടാണ് മറ്റു അപകടങ്ങളെക്കുറിച്ചൊന്നും പറയാതെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പോയിന്റ് പറഞ്ഞത്. വ അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അൻ യഅ്കുലഹു ദിഅ്ബു, ചെന്നായ അവനെ പിടിക്കുമെന്ന്. വ അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവനെ സംബന്ധിച്ച് അശ്രദ്ധയിലായിരിക്കുമ്പോൾ. അതിൽ നിന്ന് ഒരു പോയിന്റ് മനസ്സിലാക്കാം. എന്താണത്? ഒരു പ്രവാചകനാണ് ഇങ്ങനെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഖളായിലും ഖദറിലുമെല്ലാം ഏറ്റവും ശക്തമായി വിശ്വസിക്കുന്നവർ പ്രവാചകന്മാരാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഖദറിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള തവക്കുൽ സബബുകൾ സ്വീകരിക്കുന്നതിനൊരിക്കലും തടസ്സമായി കൂടാ. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വിടുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്നോട്ടെ. കാരണം അങ്ങനെ ചില സംരക്ഷണം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖളാഉം ഖദറും തന്നെയാണ്. പക്ഷേ അള്ളാഹു ഒരു കാര്യം ഖളാ ആക്കുന്നതും ഖദറാക്കുന്നതും നമ്മുടെ നിലപാട് കൂടി നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ കൈ നന്നായി കഴുകണം. കൈകളിൽ ഏതെങ്കിലും നിലക്കുള്ള നെയ്യ്, അതേപോലെ തന്നെ കറികളുടെ അംശങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടായാൽ രാത്രി വല്ല ജീവികളും നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ മതി. നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തണം. കാരണം നിങ്ങൾ കൈ കഴുകാതെ കിടന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം അള്ളാഹു നിശ്ചയിച്ച ഖദറാണത്. വാതിലും ജനലും അടച്ചാൽ കള്ളന് കയറാൻ കഴിയില്ല. അത് അള്ളാഹു നിശ്ചയിച്ച ഖദറാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ഖദറിനെ നമ്മൾ തേടുകയും ആവശ്യമായ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുകയും വേണം. എന്നിട്ടും അപകടമുണ്ടായാൽ ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹുവിൻ്റെ ഖദറാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും എന്ന് നമ്മൾ പറയണം. പക്ഷേ നമ്മെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നീ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. എന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പോൾ രണ്ടുകൂടി ഒത്തുവരണം. അപ്പോൾ ഈ ഒരു ഭയപ്പാടും ശ്രദ്ധയും സൂക്ഷ്മതയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായിരുന്നു. വ അഖാഫു അൻ യഅ്കുലഹു ദിഅ്ബു വ അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവനെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കുമ്പോൾ ചെന്നായി അവനെ പിടിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം നേരത്തെ പറഞ്ഞ 5ഓളം അല്ലെങ്കിൽ 6ഓളം കാര്യങ്ങൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്.
ഇതുകൂടി പറഞ്ഞപ്പോൾ അവരുടെ ലാസ്റ്റ് കാര്യം കൂടി അവർ പറഞ്ഞു. എന്താണത് പറഞ്ഞത്? ഖാലു, അവർ പറഞ്ഞു, ഖാല യഖൂലു ഖൗലൻ ലഇൻ അകലഹു ദിഅ്ബു, ലഇൻ അങ്ങനെ സംഭവിച്ചാൽ, ലഇൻ അകലഹു അദ്ദിഅ്ബു, അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ, വനഹ്നു ഉസ്ബത്തുൻ, ഞങ്ങൾ 10 യുവാക്കൾ ഉണ്ടായിരിക്കെ, കരുത്തരായ 10 യുവാക്കൾ ഉണ്ടായിരിക്കെ, ഇത്രയും ചെന്നായ്ക്കളെ, ഇത്രയും ഇത്രയും ആടുകളെ ഒരുപാട് കാലമായി മേയിച്ച് നടക്കുന്നു, ചെന്നായ്ക്കളിൽ നിന്ന് അവയൊക്കെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നിരിക്കെ ഒരു ചെറിയ കുട്ടിയെ, ഞങ്ങളുടെ കുഞ്ഞനുജനെ ഞങ്ങൾ 10 യുവാക്കൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനു പറ്റും എന്നുള്ള നിലക്ക് അവർ ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് പോസിറ്റീവായ ഒരു കാര്യത്തെ അവതരിപ്പിച്ചിട്ട് ഒരാളിൽ നിന്നൊരു കാര്യം നേടിയെടുക്കുക ആ നിലക്ക് അവർ പറഞ്ഞു, വനഹ്നു ഉസ്ബത്തുൻ, ഞങ്ങൾ ശക്തരായ ഒരു സംഘമുണ്ടായിരിക്കെ അവനെ ചെന്നായ തിന്നാൽ, ഇന്ന ഇദൻ ലഖാസിറുൻ, പിന്നെ ഞങ്ങളൊരു പരാജയം തന്നെയാണ്. ഇന്ന ഇദൻ ലഖാസിറുൻ, ഖസറ യഖ്സറു ഖസ്റൻ വ ഖുസ്റൻ വ ഖസാറൻ വ ഖസാറത്തൻ വ ഖുസ്റാന. ഖസിറ യഖ്സറു ഖസ്റ, ഖസ്റ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചവർ, ഖസിറ നഷ്ടം സംഭവിച്ചവർ. ഇന്ന ഇദൻ ലഖാസിറുൻ, ഖസിറ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക, യഖ്സറു ഖസ്റൻ, ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചവൻ. ഇന്ന ഇദൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലഖാസിറൂൻ, വലിയ നഷ്ടക്കാരാണ്, വമ്പൻ പരാജയമായിരിക്കും ഞങ്ങൾ. 10 ആളുകളുണ്ടായിട്ട് ഞങ്ങളുടെ അനുജനെ ഒരു ചെന്നായിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റൂല എന്നോ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഞങ്ങൾ ശ്രദ്ധിക്കാം, ഞങ്ങൾ നസീഹത്തുള്ളവരാണ്, അവൻ കളിക്കട്ടെ, അവൻ ചിരിക്കട്ടെ, ഞങ്ങൾ ശക്തരാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഉപ്പാക്ക് എത്രയാണ് പിടിച്ചു വെക്കാൻ പറ്റുക? കാരണം ആവശ്യപ്പെടുന്നതും മക്കളാണ്, വിടാൻ പറയുന്നത് അവരുടെ സഹോദരനെയാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തം സഹോദരനാണല്ലോ. ആ നിലയ്ക്ക് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മകനെ മക്കളുടെ കൂടെ അയക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മ ദഹബൂ ബിഹി, അങ്ങനെ വിട്ടു. ഫലമ്മ ദഹബൂ ബിഹി, അങ്ങനെ അവർ അവനെയും കൊണ്ടുപോയപ്പോൾ, ദഹബ യദ്ഹബു ദഹാബൻ, പോവുക. ഫലമ്മ ദഹബൂ ബിഹി വ അജ്മഉ, അവർ ഇജ്മാഇലായി, അജ്മഅ യുജ്മിഉ ഇജ്മാഅൻ, അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. അപ്പോൾ നേരത്തെ 2 അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കൊന്നു കളയുക, മൂത്ത ആൾ പറഞ്ഞു നമുക്ക് വല്ല പൊട്ടക്കിണറ്റിലും ഇടാം, ഏതെങ്കിലും യാത്രക്കാരെടുത്ത് കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ അത് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വെച്ചാണ് അവർ ഇജ്മാഇലാകുന്നത്, എങ്ങനെ? പൊട്ടക്കിണറ്റിലിടാം. അതാണ് വ അജ്മഉ, അവർ യോജിച്ചു. അൻ യജ്അലൂഹു, ജഅല യജ്അലു ജഅലൻ, അൻ യജ്അലൂഹു, അവനെ ആക്കുവാൻ. എവിടെ? ഫീ ഗയാബത്തിൽ ജുബ്, കിണറിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ തള്ളിയിടാമെന്ന് അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. വ ഔഹൈനാ ഇലൈഹി, അപ്പോൾ നാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി നൽകി. ഔഹ യൂഹി ഈഹാഅൻ, ഔഹ യൂഹി ഈഹാഅൻ വ ഔഹൈനാ ഇലൈഹി, അവന് നാം വഹി നൽകി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സന്ദേശം നൽകി. ലതുനബ്ബിഅന്നഹും, നബ്ബഅ യുനബ്ബിഉ തൻബീഅൻ, അറിയിക്കുക. നബഅ നൽകുന്നതിനാണ് നബ്ബഅ എന്ന് പറയുക. നബ്ബഅ യുനബ്ബിഉ തൻബീഅൻ. ലതുനബ്ബിഅന്നഹും, നീ അവരെ അറിയിക്കുക തന്നെ ചെയ്യും. ബി അംരിഹിം, അവരുടെ ഈ കാര്യം, അവർ ഇപ്പോൾ നിന്നെക്കൊണ്ട് ചെയ്തതൊക്കെ വഴിയെ നീ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന, അങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥ വരും. ബി അംരിഹിം ഹാദ വഹും ലാ യശ്ഉറൂൻ, പക്ഷേ അപ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല അത് നീയാണെന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർക്ക് മനസ്സിലാവാത്തൊരു സന്ദർഭത്തിൽ നീ അവരോട് അങ്ങോട്ട് ചോദിക്കും, യൂസുഫിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ, യൂസുഫിനെ നിങ്ങൾ ചെയ്തതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പിന്നീട് അറിയിച്ചു കൊടുക്കുമെന്നാണ്.
വഹും ലാ യശ്ഉറൂൻ. ശഅറ യശ്ഉറു ശുഊറൻ. ശഅറ യശ്ഉറു ശുഊറൻ, അറിയുക. വഹും ലാ യശ്ഉറൂൻ, അവരറിയാത്തൊരു സന്ദർഭത്തിൽ ഈ ഒരു കാര്യം നീ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് 15-ാമത്തെ ആയത്തിൽ നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഫലമ്മ ദഹബൂ ബിഹി, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും കൊണ്ടുപോയപ്പോൾ വ അജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്, കിണറിലിടാൻ അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. പല തഫ്സീറുകളിലും കാണാം, മുഹമ്മദ് ബിൻ ജരീർ അത്ബരി റഹിമഹുല്ലാ, അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അസ്സുദ്ദി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ചില റിവായത്തുകളിൽ കാണാം, അല്ലാഹു ആലം, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും കൊണ്ട് പോയപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, വ ഇന്നാ ലഹു ലനാസിഹൂൻ വ ഇന്നാ ലഹു ലഹാഫിളൂൻ വ നഹ്നു ഉസ്ബത്തുൻ ഇന്നാ ഇദല്ല ഖാസിറൂൻ, അങ്ങനെ എന്തൊക്കെ പലതും പറഞ്ഞു. പക്ഷെ ഉപ്പാൻ്റെ കണ്ണിൽ നിന്ന് തെറ്റിയത് മുതൽ അവനെ അടിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി, ചിലർ കൊല്ലാൻ വരെ ശ്രമിച്ചു. പക്ഷേ മൂത്ത പുത്രൻ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കൊല്ലണ്ട, നമുക്ക് കിണറിലിടാം, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ എന്ത് ചെയ്തു? ഉപദ്രവിക്കുകയും കൈകൾ കെട്ടുകയും കുപ്പായം നിർബന്ധപൂർവം അയച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ കുപ്പായമില്ലാതെയാണ് കിണറിലേക്ക് ഇട്ടത്. കാരണം ഈ കുപ്പായം ഉപ്പയെ കാണിക്കാനുള്ളതാണ്. ഈ കുപ്പായം ഉപ്പയെ കാണിക്കണമെന്നവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുപ്പായമെല്ലാം പിടിച്ചു ഊരി വേദനിപ്പിച്ചു. ആ നിലക്കൊക്കെ ആണ് അവർ കിണറിലേക്ക് പിന്നീട് തള്ളിയിട്ടത്. കിണറിൽ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് ആണ്ട് പിന്നീട് ഒരു പാറക്കല്ലിൽ പിടിച്ച് കയറി നിന്നു എന്നൊക്കെ കാണുന്നു. അല്ലാഹു അഅലമു ബി സിഹ്ഹതിഹി, അതിൻ്റെ സിഹത്തിനെ കുറിച്ച് അള്ളാഹുവിനാണ് അറിയുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവർ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല, ഒരു കുട്ടിയെ, ബോധമുള്ള കുട്ടിയാണ്, അതല്ലാതെ പൈതലല്ല, ബോധമുള്ളൊരു കുട്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ കിണറിലേക്ക് പിടിച്ചിടുക എന്നുള്ളത് തീർച്ചയായും കുട്ടി പ്രതിരോധിക്കുമ്പോൾ അവർ ഉപദ്രവിക്കും. മാത്രമല്ല, കുപ്പായമെല്ലാം അഴിച്ചു വാങ്ങുമ്പോൾ എന്തായാലും അഴിച്ചു കൊടുക്കില്ലല്ലോ, പിടിച്ചു വാങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ അവർ ചെയ്തു. അങ്ങനെ അവർ തൻ്റെ സഹോദരനെ, പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. സ്വന്തം സഹോദരനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. അവൻ പലതും മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ എല്ലാം എടുത്തു കളയാൻ മാത്രം ശക്തമാണ് പിശാചിൻ്റെ വസ്വാസ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏറ്റവും അവസാനത്തെ അധ്യായം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഖന്നാസിൻ്റെ വസ്വാസ് എന്ന് പറഞ്ഞാൽ ശക്തമാണ്. സദാസമയവും നമ്മൾ കാവൽ തേടണം പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. അങ്ങനെ അവർ ആ നിലക്കെല്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ കിണറിലേക്ക് തള്ളിയിട്ടു. അവിടെ ഉണ്ടായ നിർണായകമായൊരു സംഭവം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഔഹൈനാ ഇലൈഹി. ആ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വ ഔഹൈനാ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. ആ വഹീൻ്റെ രൂപം എങ്ങനെയാണ്? ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുത്തതാണോ, അതല്ല ഒരു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ പ്രവാചകന്മാർക്ക് വഹി നൽകുന്നത് മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ടാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് വഹിയാണ് എന്ന് കൃത്യമായി തോന്നുന്ന രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം അറിയിച്ചു കൊടുത്തു. അതൊരു സ്വപ്നമായിരുന്നില്ല, വ്യക്തമായി ഉണർവിൽ തന്നെ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ വല്ലാത്തൊരു വിഷമത്തിൽ, കാരണം തൻ്റെ വീട്ടിൽ തൻ്റെ ഉപ്പയുടെ എല്ലാ ലാളനകളും എല്ലാ സ്നേഹവും എല്ലാ ആദരവും ഏറ്റുവാങ്ങിയ മകൻ ഒരൊറ്റ ദിവസം കൊണ്ട് വിദൂരമായൊരു മരുഭൂമിയിലെ ഒരു പൊട്ടക്കിണറ്റിൻ്റെ അന്ധകാരങ്ങളിൽ പതിച്ചു നിൽക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മുഹൂർത്തമാണ്, വല്ലാത്തൊരു സംഭവമാണ്. ഒറ്റപ്പെട്ടെവിടെയോ ജീവിക്കുന്ന ഒരാൾ എതിലൂടെയോ നടക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ വീണതല്ല, മറിച്ച് ഒരു പ്രവാചകനായ പിതാവിൻ്റെ എല്ലാ വാത്സല്യങ്ങളും ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് സഹോദരന്മാരുടെ ചതിയിൽ അകപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടവനായി ആ പൊട്ടക്കിണറ്റിലേക്ക് വീണ്
ആ പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളുമുണ്ട്. ആ സങ്കടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കാനാണ് ഈ വഹി, അഥവാ വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹു അപ്പോൾ തന്നെ അറിയിച്ചു കൊടുത്തു. എന്തിനാണത്? ഈ കാര്യത്തെക്കുറിച്ച് നീ നിൻ്റെ സഹോദരങ്ങളെ അറിയിക്കും എന്ന് പറയുമ്പോൾ ഈ പൊട്ടക്കിണറ്റിൽ എൻ്റെ അന്ത്യമല്ല, ഇവിടെ ഞാൻ മരിക്കൂല എന്ന പ്രതീക്ഷയാണ്. മറ്റേതെന്താണ്? ഞാൻ മരിച്ചു പോകും, കാരണം ആരും എന്നെ എടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നതാണ്. പക്ഷേ അള്ളാഹു വഹി പറയാണെന്ത്? ഈ വിഷയം നീ പറയുന്നൊരു ദിവസം വരാനുണ്ട്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമാധാനമായി. കാരണം എന്താണ്? മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ രക്ഷപ്പെടുന്നു മാത്രമല്ല, സഹോദരന്മാരെ കണ്ടുമുട്ടുന്ന ഒരു നല്ല അവസ്ഥയുമുണ്ടാകും എന്ന പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. അവരറിയാതെ ഈ കാര്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: അവർ ഇങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടത് യഥാർത്ഥത്തിൽ രഹസ്യമായിട്ടാണ്, അവർക്ക് മാത്രമേ അറിയൂ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു കൊടുത്തു, നിന്നെ കൊണ്ടുപോകുന്നത് ഇന്ന കാര്യത്തിനാണ്, ഇന്ന കാര്യത്തിനാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് കളിക്കാനും ചിരിക്കാനും ഒന്നുമല്ല, നിങ്ങൾ എന്നെ പൊട്ടക്കിണറ്റിലിടാനോ എന്നെ കൊന്നുകളയാനോ ആണ് എന്നത് അദ്ദേഹം അവരോട് പറഞ്ഞു. അവർ പോലും ആ ഒരു വഹി കാണുന്നില്ല, അവരറിയുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അങ്ങനെ ഒരു വഹി അറിയിച്ചു കൊടുക്കുന്നത് അവരറിയുന്നില്ല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ അവരോട് നിങ്ങളുടെ പ്ലാൻ ഇതല്ലേ എന്ന് ചോദിച്ചു. അതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തഅ്വീലിൻ്റെ അഹ്ലുകാർ അംഗീകരിച്ചിട്ടുള്ളത്, പിന്നീട് അവർ ഇങ്ങനൊരാവശ്യത്തിന് ഈജിപ്തിലേക്ക് വരികയും കൊട്ടാരത്തിലേക്ക് വരികയും അവിടെ വെച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കും. കാരണം പരിശുദ്ധ ഖുർആനിൽ അത് കൃത്യമായി വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വചനങ്ങളിൽ പിന്നീട് അവസാനത്തേക്ക് വരുന്ന ഭാഗങ്ങളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നതും ഖാലു അഇന്നക ലഅൻത യൂസുഫ്, നീയാണോ യൂസുഫ് എന്നവർ പിന്നെ ചോദിക്കുന്നത്. ഈ വിവരം പറഞ്ഞപ്പോഴാണ് അവർക്ക് അറിയുന്നത് മുന്നിൽ നിൽക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ടാണ് വഹും ലാ യശ്ഉറൂൻ, അവരറിയൂല, നിന്നെ തിരിച്ചറിയാത്തൊരു സന്ദർഭത്തിൽ നീ അവരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു സാഹചര്യം വരും. അതാണ് അധിക മുഫസ്സിരീങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു തബാറക വ തആല ആലം. അങ്ങനെ അവർ പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷം വജാഉ അബാഹും, വജാഉ അവർ വന്നു, ജാഅ യജീഉ ഈജാഅൻ വമജീഅ, വജാഉ അബാഹും അങ്ങനെ അവർ അവരുടെ ഉപ്പയുടെ അടുക്കലേക്ക് വന്നു. ഇശാഅൻ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ, ഇശാഅൻ അഷിയത്തിൻ്റെ സമയത്ത്, മഗ്രിബിനോടടുത്ത സമയം അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം, അതിനാണ് ഇഷ എന്ന് പറയുന്നത്. ഇശാഅൻ യബ്കൂൻ കരഞ്ഞുകൊണ്ട്, ബകാ യബ്കി ബുകാഅൻ കരയുക, കരയുക. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ അവർ കരഞ്ഞുകൊണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നു. അപ്പം നുണ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം തന്നെ ഒരു സീനുണ്ടാക്കും. പറഞ്ഞിട്ട് കരയല്ല, കരഞ്ഞു തന്നെ വരികയാണ്. അപ്പോൾ ദൂരത്തുനിന്നേ ഉപ്പാൻ്റെ മനസ്സ് പിടിച്ചെടുക്കണം. ഇപ്പം കളവ് പറയാൻ പോവാണ്, അപ്പോൾ ഉപ്പയെ കൊണ്ട് വിശ്വസിപ്പിക്കണം. കാരണം ഉപ്പ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ചില ഉലമാക്കൾ പറയുന്നത്, മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഉപ്പ പറഞ്ഞ ഒരു വേർഡ് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ്. കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ആ കുറ്റകൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവർ പിടിച്ചെടുക്കും. അപ്പോൾ ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്? അവനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ പിന്നെ അത് തന്നെ പറയാം. കാരണം ഉപ്പാൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുണ്ട്, ഒരു മുൻവിധി ഉണ്ട്. എന്താണ്? ചെന്നായ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉപ്പ നേരത്തെ ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ പറയാം.
അപ്പോൾ ഉപ്പയുടെ വാക്കുന്നാണ് അത് കിട്ടിയത് അവർക്ക്. വഅഖാഫു അൻ യഅകുലഹു ദിഅ്ബു വഅൻതും അൻഹു ഗാഫിലൂൻ. അപ്പോൾ അത് തന്നെ പറയാമെന്നവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം മനസ്സ് കീഴടക്കണം. തെറ്റിൻ്റെ ആളുകൾ, കളവിൻ്റെ ആളുകൾ എപ്പോഴും അങ്ങനെയാണ്. കാര്യം പറയുന്നതിന് മുമ്പ് കരയാൻ തുടങ്ങും. വജാഉ അബാഹും, അവർ ഉപ്പയുടെ അടുക്കലേക്ക് വന്നു. ഇശാഅൻ, വൈകുന്നേരം, രാത്രിയിൽ. യബ്കൂൻ, കരഞ്ഞുകൊണ്ട്. മാത്രമല്ല അവരങ്ങനെ വരാനുള്ള കുറച്ച് വൈകിയാണ് വന്നത്. സാധാരണ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി വൈകി ഇശാ ആയി. എന്തിനാണ് അങ്ങനെ? കാരണം ഞങ്ങൾ അതിൻ്റെ ശുഗലിലായിപ്പോയി. ചെന്നായ വന്നു, അപ്പം ചെന്നായുമായിട്ടുള്ള ഫൈറ്റ്, കാര്യങ്ങൾ എല്ലാം കൂടിയായി. അങ്ങനെ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, അങ്ങനെ തുടങ്ങി. ഞങ്ങൾ അവനുമായിട്ടുള്ള ശുഗലിലായിരുന്നു എന്ന് ഉപ്പയെ തോന്നിപ്പിക്കാൻ വേണ്ടി സാധാരണ വരുന്നതിനേക്കാൾ വൈകിക്കൊണ്ടാണ് അവർ വന്നത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. എന്നിട്ട് അവർ പറഞ്ഞു ഖാലു യാ അബാന, ഖാലു, അവർ പറഞ്ഞു യാ അബാന, ഞങ്ങളുടെ പിതാവേ, യാ അബാന, ഇന്നാ ദഹബ്ന, നിശ്ചയമായും ഞങ്ങൾ പോയി, നസ്തബിഖു, ഇസ്തബഖ യസ്തബിഖു ഇസ്തിബാഖൻ. ഇസ്തബഖ എന്ന് പറഞ്ഞാൽ മത്സരിച്ചോടുക, ഒരു മത്സരം നടത്തുക, ഏത് വിഷയവുമാകാം. നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب. വതറക്നാ, ഞങ്ങൾ വിട്ടേച്ചു. തറക യത്റുകു തറക്കൻ, ഞങ്ങൾ വിട്ടേച്ചു. വതറക്നാ യൂസുഫ, യൂസുഫിനെ ഞങ്ങൾ വിട്ടേച്ചു. ഇൻദ മതാഇന, ഞങ്ങളുടെ മതാഇൻ്റെ അടുത്ത്. മതാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വിഭവം, യാത്രക്ക് അവർ ആവശ്യത്തിന് കരുതിയ വെള്ളം, ഭക്ഷണം. അപ്പം അതൊക്കെ നീ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മത്സരിക്കാൻ പോയി. ഫഅകലഹു الذئب, അപ്പോൾ ചെന്നായ അവനെ തിന്നുകളഞ്ഞു. ഫഅകലഹു الذئب, ഉപ്പ പറഞ്ഞ അതേ കാര്യം. അയ്യകുലഹു الذئب ഫഅകലഹു الذئب, ചെന്നായ തിന്നു. എന്നിട്ട് പറയാണ് വമാ അൻത ബിമുഅ്മിനിൻ ലന, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ വിശ്വസിക്കൂല. വമാ അൻത ബിമുഅ്മിനിൻ ലന, നിങ്ങൾ ഒരിക്കലും, ഐ മുസദ്ദിഖിൻ, ആമന യുഅ്മിനു ഈമാനൻ വഹുവ മുഅ്മിനുൻ, ഐ സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ വഹുവ മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുക. വമാ അൻത ബിമുഅ്മിനിൻ ലന, താങ്കൾ ഞങ്ങളെ വിശ്വസിക്കൂല. വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യം പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല. അതൊക്കെ ഒരു ഹൃദയത്തെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് അതൊക്കെ. വലൗ കുന്നാ സാദിഖീൻ, സദഖ യസ്ദുഖു സിദ്ഖൻ വഹുവ സാദിഖുൻ വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല. കാരണം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ ഒരു തുഹമത്തുണ്ട്, ആരോപണമുണ്ട്, ഞങ്ങൾക്ക് യൂസുഫിനോട് എന്തോ പ്രയാസമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. മാത്രമല്ല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെന്നായ പിടിക്കും, എനിക്ക് സങ്കടമാണ്, എനിക്ക് ബേജാറുണ്ട്, ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ കൊണ്ടുപോയി അപകടപ്പെടുത്തിയാൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം തോന്നുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല. പക്ഷെ അവർ കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഖാലു, അവർ പറഞ്ഞു യാ അബാന ഇന്നാ ദഹബ്നാ നസ്തബിഖു, ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടി പോയി. ഇവിടെ മത്സരം ഓട്ട മത്സരമാകാം, അല്ലെങ്കിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ അവർ യാത്രയിലും മറ്റും അമ്പെയ്ത് മത്സരിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവർ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ആണ് പോയിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഒരു മത്സരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞാൽ അദ്ദേഹം എതിർക്കൂല. കാരണം അങ്ങനെ മരുഭൂമിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അവർ ഒരു വിനോദത്തിന് വേണ്ടി ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ പോകുമ്പോൾ എന്തായാലും ഭക്ഷണ പദാർത്ഥവും മറ്റുമൊക്കെ സൂക്ഷിക്കാൻ ഒരാൾ വേണമല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ അനുജൻ അവിടെ നിർത്തി. വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب. അവിടെ പാരായണം ചെയ്യുന്നിടത്ത് നമുക്കറിയാം തജ്വീദിൻ്റെ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. വഖഫ് തജ്വീദിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരായത്തോതി നിർത്തുന്നിടത്ത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അർത്ഥവ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് അത്തരം വഖഫുകൾക്ക് അഥവാ വലിയ അർത്ഥവ്യത്യാസം വരുന്ന വഖഫുകൾക്ക് വഖഫുൻ ഖബീഹ് എന്ന് പറയാം, അത് മോശമായ വഖഫ എന്ന് പറയാം. അവിടെ നിർത്തരുത്. ഉദാഹരണത്തിന് വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു എന്ന് പറഞ്ഞ് നിർത്തി അങ്ങനെ ഉണ്ടാവും. ഭക്ഷണത്തിൻ്റെ അടുത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നിർത്തി
ഫഅകലഹു, യൂസുഫ് നബി ആ ഭക്ഷണം തിന്നു എന്നാണ് അർത്ഥം. ഫഅകലഹു അദ്ദിബു, ചെന്നായ യൂസുഫ് നബിയെ തിന്നു എന്നാണ് വേണ്ടത്. നേരെ മറിച്ച് ഇന്ദ മതാഇന ഫഅകലഹു, ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ അടുത്ത് ആളെ നിർത്തി ഫഅകലഹു എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഭക്ഷണം യൂസുഫ് നബി തിന്നു എന്നാണ് വരിക. വഖഫുൻ ഖബീഹാണത്. അവിടെ അങ്ങനത്തെ ഫഅകലഹു അദ്ദിബു, ചെന്നായ അവനെ തിന്നു എന്നവർ പറയുകയുണ്ടായി. വമാ ആത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യം പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ല എന്നവർ പറയുകയുണ്ടായി. വജാഉ, അങ്ങനെ അവർ വന്നു. ജാഅ യജീഉ ഈജാഅൻ വജാഉ അലാ ഖമീസിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖമീസ്. ഖമീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുപ്പായം, നീളക്കുപ്പായം അല്ലെങ്കിൽ കുപ്പായം, അതിനാണ് ഖമീസ് എന്ന് പറയാം. വജാഉ, അങ്ങനെ അവർ വന്നത് അലാ ഖമീസിഹി, അവൻ്റെ കുപ്പായത്തിൻ്റെ മേൽ, അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായത്തിൻ്റെ മേൽ ബിദമിൻ കെദിബിൻ, കള്ളരക്തവുമായി വന്നു. ബിദമിൻ കെദിബിൻ, ദം എന്ന് പറഞ്ഞാൽ രക്തം, കെദിബ് എന്ന് പറഞ്ഞാൽ കളവ്. അപ്പോൾ കളവായ മഖ്ദൂബായ രക്തവും കൊണ്ടാണ് അവർ വന്നത്. ഖാല, അപ്പോൾ ആ കുപ്പായം ഇങ്ങനെ നോക്കിയപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ. സവ്വല യുസവ്വിലു തസ്വീല എന്ന് പറഞ്ഞാൽ സയ്യന യുസയ്യിനു തസ്യീന, ഭംഗിയാക്കുക, എളുപ്പമാക്കുക. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ, നിങ്ങളുടെ നഫ്സ്, നഫ്സിൻ്റെ ജംആണ് അൻഫുസ്, നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു കാര്യം അത് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കുറ്റകൃത്യവും അതിനുശേഷം നിങ്ങളിപ്പോൾ വന്ന് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ പറയാൻ നിങ്ങൾക്ക് എളുപ്പം തോന്നിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു തെറ്റായ ചിന്തയാണ്. അത് നിങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കുറ്റകൃത്യം നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫസബുറുൻ ജമീൽ, ഫസബുറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. ഫസബുറുൻ ജമീൽ, ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള ക്ഷമ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, വല്ലാഹുൽ മുസ്തആൻ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിആന നടത്തുന്നു. വഹുവൽ മുസ്തആനു, അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ. ഇസ്തആന യസ്തഈനു, ഇസ്തിആന സഹായം തേടുക. മുസ്തഈൻ സഹായം തേടുന്ന ആൾ, മുസ്തആൻ സഹായം തേടപ്പെടുന്നവൻ. വല്ലാഹുൽ മുസ്തആനു, അള്ളാഹുവിൽ ഞാൻ സഹായം തേടുന്നു. അലാ മാ തസിഫൂൻ, നിങ്ങൾ വസ്ഫ് ചെയ്യുന്ന, നിങ്ങൾ വിശദീകരിക്കുന്ന ഈ കഥയിൽ നിന്ന്. വസഫ യസിഫു വസ്ഫൻ, അഥവാ നിങ്ങളിപ്പോൾ വിശദീകരിക്കുന്ന ഈ കഥ അത് കെട്ടുകഥയാണെന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി. അധിക തഫ്സീറുകളിലും കാണാം, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കുപ്പായം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ലൊരു ചെന്നായാണല്ലോ പിടിച്ചത്, കാരണം ആളെത്തുന്നു പക്ഷേ കുപ്പായം ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരോട് ഒരു ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായ അഴിച്ചു വെച്ചല്ലല്ലോ പിടിക്കുക. ചെന്നായ കുപ്പായൊക്കെ അഴിക്കി ഞാൻ നിന്നെ തിന്നാൻ പോവാന്ന് ചെന്നായ പറയില്ലല്ലോ, കുപ്പായത്തോടു കൂടിയാണ് പിടിക്കുക. ഒരു ചെന്നായയുടെ നഖവും പല്ലും കൊണ്ടാൽ കുപ്പായം കീറുമെന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ്. പക്ഷേ നമുക്കറിയാം കുറ്റവാളി എപ്പോഴും എന്തെങ്കിലും ഒരു പ്രൂഫ് വിട്ടേക്കും, ഒരു പ്രൂഫ്, എന്തെങ്കിലും ഒരു തെളിവ് കുറ്റവാളി വിട്ടേച്ച് പോകും. അപ്പോൾ കുപ്പായം കേടുവരുത്താൻ അവരോട് മറന്നുപോയി. അവരെന്താ ചെയ്തത്? ബിദമിൻ കെദിബ്, കള്ളരക്തം. കള്ളരക്തം എന്ന് പറഞ്ഞാൽ രക്തം ഡ്യൂപ്ലിക്കേറ്റ് രക്തമായിരുന്നു എന്നല്ല, മറിച്ച് ഒരാടിൻ്റെ കുട്ടിയെ അറുത്തിട്ട് അതിൻ്റെ രക്തമായിരുന്നു അവർ ഇതിൽ പുരട്ടിയത്. ബ്ലഡ് ശരിക്ക് കറക്റ്റ് ബ്ലഡ് തന്നെയാണ്, ഒറിജിനലാണ്. പക്ഷേ അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇത് മനുഷ്യൻ്റെ ബ്ലഡാണ്, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബ്ലഡാണ് എന്നാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ അത് കെദിബാണ്. യഥാർത്ഥത്തിൽ ദമ് എന്നാണ്. ഇവിടെ ബിദമിൻ കെദിബ് എന്ന് പറയാൻ കാരണം അവർ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ച രക്തമല്ല, അത് ആടിൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ കുപ്പായം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുപ്പായത്തിനൊരു കേടും പറ്റിയിട്ടില്ല. അപ്പോൾ കുപ്പായം കീറാതെ മനുഷ്യനെ തിന്നുന്ന ചെന്നായോ, അത്ഭുതം തന്നെ എന്നൊക്കെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്തു. അതാണ് ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ, നിങ്ങളുടെ നഫ്സ് ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ മുഴുവൻ കുതന്ത്രങ്ങളും, അതിനുവേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബഹാന, ആ ഒരു അന്തരീക്ഷം, അതിനുശേഷം നിങ്ങൾ വന്ന് അഭിനയിച്ച് പറയുന്നത്, നിങ്ങളിപ്പോൾ കാണിച്ചത്, ഈ കുപ്പായത്തിൽ രക്തവുമായി വന്നത്, ചെന്നായ തിന്നതാണെന്ന് പറഞ്ഞത്, എല്ലാം
നിങ്ങൾക്ക് പിശാച് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ ദേഹേച്ഛ നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. ഫസബറുൻ ജമീൽ, അഥവാ യാതൊരു നിലക്കുമുള്ള ശിക്കവയില്ലാത്ത, ഇവിടെ ഉലമാക്കൾ പറഞ്ഞത് ഫസബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ സബറുൻ ലാ ശിക്വാഫി, യാതൊരു അധിക്ഷേപവുമില്ലാത്ത, ആക്ഷേപമില്ലാത്ത, അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ഒന്നും ചിന്തിക്കാത്ത റഹ്മാനായ റബ്ബിൻ്റെ വിധിയിൽ പരിപൂർണ്ണ സംതൃപ്തിയുള്ള ക്ഷമക്കാണ് എന്ത് പറയുക? സബറുൻ ജമീൽ. എന്നാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തല്ല? സബറുൻ ജമീലല്ല. സബറുൻ ജമീൽ ആവണമെങ്കിൽ ഒരു ഹറാമായ വാക്കും പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഒരു വിഷമത്തിൽ ക്ഷമിക്കുന്നതിനാണ് സബറുൻ ജമീൽ എന്ന് പറയുന്നത്. ഫസബറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫുൻ. നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഈ കഥയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ഇസ്തിആന നടത്തുന്നു. ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും ചെയ്യാനുള്ളത് അതാണ്. പല നിലക്കുമുള്ള ആരോപണങ്ങൾ, കള്ളക്കഥകൾ എല്ലാം ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി പ്രസ്ഥാനങ്ങൾ തന്നെ നിലകൊണ്ടേക്കാം. സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കളവ് പറയാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ സമൂഹത്തിൽ കളവ് പറയുന്നവരുണ്ടാകും. നുണ പറയാനായിട്ട് പ്രസ്ഥാനങ്ങളും അതിന് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത് പോലും പച്ചക്കളവുകൾ പറയാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഹംദും സ്വലാത്തും പറഞ്ഞിട്ട് റബ്ബിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെ നുണയാ പറയുന്നത് തീരുന്നവരെ. ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇസ്തിആന, അള്ളാഹുവിനോട് റബ്ബിൽ കാവൽ തേടുക, അള്ളാഹുവിൽ തവക്കലാക്കുക, ഭംഗിയായി ക്ഷമിക്കുക. ഇൻഷാ അള്ളാഹ് അതിനൊക്കെ ഖൈറുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.